സ്റ്റേറ്റ് CBSE ICSEക്കാർക്ക് എല്ലാവർക്കും തന്നെ ഉള്ള മാത്സിൻ്റെ ഒരു പ്രോബ്ലമാണ് സൈൻ 45 എത്രയാ, കോസ് 30 എത്രയാ, ടാൻ 45 എത്രയാ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ഇതിൻ്റെ വാല്യൂസ് കാണാതെ പഠിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആൻസർ ഷീറ്റിൽ ചെറുതായിട്ടൊരു കോളം വരയ്ക്കുക. എന്നിട്ട് എങ്ങനെയാണ് ഫുള്ളായിട്ട് കാണാപ്പാടം പഠിക്കാതെ തന്നെ വാല്യൂസ് കിട്ടുന്നതെന്നുള്ളത് നമുക്കിവിടെ ഒന്ന് നോക്കാം. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഇതുപോലൊരു ടേബിൾ വരയ്ക്കുക. ചെറിയൊരു ടേബിൾ മതി കേട്ടോ, നിങ്ങളുടെ എക്സാം ഷീറ്റിൽ സൈഡിൽ വരച്ചാൽ മതി. എന്നിട്ട് ആംഗിൾസ് എഴുതുക 0, 30, 45, 60, 90. താഴെ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്യാപ്പ് ഇവിടെ വിട്ടേക്കണം കേട്ടോ. അതിൽ 0, 1, 2, 3, 4 എന്ന് എഴുതുക. എന്നിട്ട് ഇതിനെല്ലാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 1/4, 2/4, 3/4, 4/4. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റൂട്ട് എടുക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് സൈൻ തീറ്റയിൽ എഴുതുക. 0/4 ഈസ് 0. 1/4ൻ്റെ റൂട്ട് 1/2 ആണ്. ഇനി √2/4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/√2. √3/4 ഈസ് √3/2. √4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. വാല്യൂസ് എല്ലാ സൈനിൻ്റെ എല്ലാ വാല്യൂസും കിട്ടി. സൈൻ 0, 30, 45, 60, 90 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇവിടെ സൈനിന് കിട്ടിയ വാല്യൂസ് ഇങ്ങോട്ട് റിവേഴ്സ് ചെയ്ത് എഴുതുക. അപ്പോൾ എങ്ങനെ വരും? 1 √3/2, 1/√2, 1/2, 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോസ് തീറ്റയുടെ വാല്യൂ കിട്ടി. ഇനി എല്ലാവർക്കും അറിയാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് ടാൻ തീറ്റ എന്ന്. ഇനി എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് വാല്യൂസും കൂടി ഡിവൈഡ് ചെയ്താൽ മതി. സോ 0/1 എന്ന് പറഞ്ഞാൽ 0 ആണ്. 1/2 ഡിവൈഡ് ബൈ √3/2 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. ഇത് 1 ആണ്, ഇത് √3 ആണ്. 1/0 ഈസ് അൺഡിഫൈൻഡ് അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആണ്. കണ്ടോ എത്ര വാല്യൂസ് ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് 0യുടെ 30യുടെ 45ൻ്റെ 60യുടെ 90യുടെ ആരെയൊക്കെ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ കിട്ടിക്കഴിഞ്ഞു. അപ്പം പഠിക്കാൻ വയ്യ, കാണാതെ പഠിക്കാൻ വയ്യ എന്നുള്ളവർ ഇങ്ങനെ ഒന്ന് ടേബിള് സൈഡിൽ വരച്ചാൽ നിങ്ങൾക്ക് വാല്യൂസ് വേഗം കിട്ടിക്കോളും. താങ്ക് യു.